ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. വിഷ്ണു സഹസ്രനാമം ശ്ലോകം 3. യോഗോ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വര നരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. യോഗോ യോഗവിദാം നേത. അപ്പൊ യോഗം എന്നാല് ചിത്തവൃത്തി നിരോധം, അതാണ് യോഗം. അതായത് നമ്മുടെ മനസ്സിൻ്റെ വൃത്തികൾ, ചിന്താതരംഗങ്ങൾ അതടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവിടെ അവശേഷിക്കുന്നത് എന്താണ്? ആ ആത്മസ്വരൂപം. അപ്പൊ ചിന്തകളെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ചിന്തകൾ ഒടുങ്ങാനുള്ള മാർഗം എന്താണ്? ഈശ്വരനിലേക്ക് നാം ഓരോരുത്തരും തിരിയുക. അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുക. എന്ത് കർമ്മം? ഭഗവാനെ രാവിലെ അല്പസമയം ധ്യാനിക്കൂ, അല്പസമയം ഭഗവാന് പൂക്കൾ പറിച്ച് അത് കഴുകി ശുദ്ധമാക്കി അതുകൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ അർച്ചിക്കൂ. പിന്നെയോ ഭഗവാന് ജലം വയ്ക്കൂ, ഭഗവാന് സാമ്പ്രാണി കത്തിക്കൂ, ഭഗവാന് കർപ്പൂരമൊഴിയൂ, ഭഗവാനെ കുളിപ്പിക്കൂ, പൊട്ടുതുടിപ്പിക്കൂ, ഭഗവാന് മാല കെട്ടിയിടൂ. ഇങ്ങനെയുള്ള സാധനാക്രമങ്ങൾ നമ്മൾ ഒരു ദിനചര്യയാക്കി കൊണ്ടുവന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളെ കുറേയൊക്കെ നമുക്ക് അകറ്റാൻ സാധിക്കും. കൂടുതലും നമ്മൾ ചിന്തകളെ മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. വെച്ചാൽ നമ്മൾ അതുപോലൊക്കെ യോഗികളല്ല. ഭഗവാൻ പറയുന്നതിലൊക്കെ യോഗം ചെയ്യുന്നവർക്ക്, ആ ചിത്തവൃത്തി നിരോധം ചെയ്യുന്നവർക്ക് മാത്രമേ യോഗികളായി തീരാൻ സാധിക്കുകയുള്ളൂ. കുറച്ചെങ്കിലും ചിന്തകളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുമെന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴെന്താണ്? നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുകയാണ്. മനസ്സിനൊരു ദുർബലതയുണ്ട്. മനസ്സിനെ നാം അഴിച്ചുവിട്ടാൽ മനസ്സ് നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് വരും. അതാണ് മനസ്സിൻ്റെ രീതി. അപ്പൊ ആ മനസ്സിനെ ചിന്തകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് ചിന്തകളെ നമ്മൾ നീക്കിയിട്ട് ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കുക. സദാസമയവും നമുക്ക് ഏത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യാം. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നു, ആരും അറിയുന്നില്ല. ഭഗവത് സ്മരണയോടുകൂടി ഒന്ന് പാചകം ചെയ്തു നോക്കൂ, ഏറ്റവും സന്തോഷകരമായിരിക്കും. സമയം കടന്നു പോകുന്നത് അറിയത്തില്ല. അപ്പൊ എന്താണ്? മറ്റുള്ള ദുർചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയില്ല. അപ്പൊ ആ ദുർചിന്തകളെ നമ്മൾ നീക്കിക്കഴിയുമ്പോൾ ആ ആത്മസ്വരൂപത്തിൻ്റെ പ്രകാശം നമുക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കും എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിന്തകൾ അടങ്ങുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നു. അതാണ് യോഗം. അപ്പൊ അങ്ങനെ യോഗത്താൽ പ്രാപിക്കേണ്ടത് ഏതൊരു ദേവനെയാണോ അത് സത്യമായിട്ടിരിക്കുന്നു. അതിനെന്താണ്? ഭഗവാന് നാമം വന്നത് യോഗക എന്ന നാമം വന്നു. പിന്നെന്താണ്? യോഗവിദാം നേത. നേരത്തെ പറഞ്ഞു ചിത്തവൃത്തി നിരോധിക്കുക എന്നതാണ് ഭഗവാനെ അറിയുവാനുള്ള ഏറ്റവും ശുദ്ധമായ വഴി. അപ്പൊ ആ യോഗവിത്ത് എന്നാൽ യോഗത്തെ അറിഞ്ഞവൻ, അതായത് തങ്ങളുടെ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ആ യോഗ അവസ്ഥയെ ലഭിച്ചവർക്ക് മാത്രമേ യോഗവിദാം നേത. അപ്പൊ ഇവിടെ നേതാവെന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? നയിക്കുക എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. ഇവിടെ ഭഗവാൻ നമ്മളെ നയിക്കുന്നു. ആരെ? ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഭക്തരെ
ഭഗവാൻ അവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കുന്നു. അവരുടെ ഏത് ദുർഘട അവസ്ഥയിലും അവരെ ഭഗവാൻ വന്ന് കൈ ഉയർത്തി അവരെ ഭഗവാൻ സ്വാന്തനിപ്പിക്കും. എപ്പോഴും ഭഗവാനെ വിളിക്കുന്ന ഭക്തരെ ഭഗവാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. മനുഷ്യർ തള്ളിക്കളയും. മനുഷ്യര് അവർക്ക് അന്നേരത്തെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കൊടുത്ത അപ്പോഴത്തെ ഒരു സന്തോഷവും നന്ദിപ്രകടവും മാത്രമേ കാണത്തുള്ളൂ. അടുത്ത നിമിഷം അവരെന്താണ്, അവരുടെ മനസ്സ് വേഗന്ന് അതെല്ലാം മറന്നിട്ട് നമ്മൾ ചെയ്തതൊന്നും അവർക്ക് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് അവർക്ക് തോന്നുകയില്ല. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് നമ്മൾ ഒരു പൂ കൊടുത്താൽ മതി, ഭഗവാൻ ഭക്തിയോടുകൂടി അത് ഭഗവാൻ സ്വീകരിച്ചിരിക്കും എന്നുള്ളത് വാസ്തവമാണ്. അപ്പം നമ്മളെ രക്ഷിക്കാൻ ഭഗവാനല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരു മനുഷ്യർക്കും സാധ്യമല്ല. നമ്മൾ വിചാരിക്കും നമ്മളെ മക്കളുണ്ട്, ഭർത്താവുണ്ട്, അല്ലെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഇവരൊക്കെ നമ്മളെ രക്ഷിക്കുമെന്ന്. ഇവരൊന്നും നമ്മളെ രക്ഷിക്കുകയില്ല. നമ്മളെ രക്ഷിക്കുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഭഗവാനാണ്. ആ ബോധം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതാണ് നാരായണീയത്തിൽ ചിത്രഹേതുവിൻ്റെ കഥ പറയുന്നുണ്ട്. ചിത്രഹേതുവിൻ്റെ ഇല്ലാതിരുന്നുണ്ടായ ആ കുഞ്ഞിനെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, ദാസിമാരെല്ലാവരും കൂടി മറ്റു ഭാര്യമാരെല്ലാവരും കൂടി വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിനെ മനസ്സ് താങ്ങാൻ വയ്യാത്ത ദുഃഖത്തിലേക്ക് മനസ്സ് വ്യാപരിക്കപ്പെട്ടു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി വന്ന് സാന്ത്വനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടൊന്നും ആ സാന്ത്വനം കേൾക്കാൻ രാജാവ് തയ്യാറായില്ല. അപ്പൊ പറഞ്ഞു, മകനെ വരുത്താം. ആ മരിച്ചുപോയ ആത്മാവിനെ വരുത്തി സംസാരിപ്പിച്ചു. അപ്പോഴാണ് ആ മകൻ പറയുന്നത്, ഏതച്ഛൻ, ഞാൻ എത്രയോ ജന്മമെടുത്ത് നിങ്ങളുടെ വയറ്റിൽ വന്ന് പിറന്നത്, അപ്പൊ എനിക്ക് ഒരുപാട് ഇതുണ്ട് എന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുത്തി. അപ്പോഴാണ് രാജാവിന് തെറ്റു മനസ്സിലാകുന്നത്. ഞാൻ വെറുതെ എന്തിനാണ് ദുഃഖിക്കുന്നത്, എൻ്റെ കർമ്മഫലം ഞാൻ അനുഭവിച്ചേ തീരൂ. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ സഞ്ചാരം തുടങ്ങുന്നത്. ഭഗവത് ഭക്തിയിൽ മാത്രം മുഴുകുന്നതും ഭഗവത് സഞ്ചാരത്തിൽ പോകുമ്പോൾ, അങ്ങനെ ഒരു ദിവസം കൈലാസത്ത് പോകുമ്പോഴാണ് ശിവഭഗവാൻ പാർവതീദേവിയെ മടിയിലിരുത്തി ലാളിക്കുന്നത് കണ്ടപ്പോൾ ഒരു അവജ്ഞ തോന്നി. ആ നിറഞ്ഞ സദസ്സിൽ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു കളിയാക്കൽ ഉണ്ടാകുകയും പാർവതീദേവി ചിത്രകേതുവിനെ ശപിക്കുകയുമാണ് ചെയ്യുന്നത്. എന്താണ്, നീ ഒരു അസുരനായി പിറക്കട്ടെ. അങ്ങനെയാണ് വൃതാസുരനായി തീരുന്നത്. ശാപമോക്ഷമൊന്നും ചിത്രകേതു ചോദിച്ചില്ല. സ്വാത്വികനും സത്യസന്ധനുമായ ഒരു വ്യക്തിയാണ്. പക്ഷെ അത്രയുമൊക്കെ വന്നിട്ടും മനസ്സിനെ പാകപ്പെടുത്തിയില്ല. തെറ്റേതാ ശരിയാണ് എന്നുള്ള അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ ആരെയും കളിയാക്കാൻ പാടില്ല. കഥയല്ല എടുക്കേണ്ടത്, അവിടുത്തെ തത്വമാണ് നമ്മൾ എടുക്കേണ്ടത്. അത്രത്തോളം ഉയർന്നിരിക്കുന്ന അവരുടെ അത്രയും സഞ്ചാരങ്ങളൊക്കെ ചെയ്ത് ബോധ്യപ്പെട്ട വ്യക്തി ഭഗവാനെ കളിയാക്കിയത് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ആചരിക്കണം. നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കളിയാക്കാൻ പാടില്ല, നമ്മൾ ആരെയും വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ആ തത്വത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞു വന്നത്, ഈ ശരീരധാരണത്തിന് ആവശ്യമായതെല്ലാം ഭഗവാൻ നമുക്ക് ലഭ്യമാക്കി തരുന്നു. അതുകൊണ്ട് ഭഗവാനെ യോഗക്ഷേമം, ഭഗവാൻ
വഹിക്കുന്നു. ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അനന്യഭക്തരായിട്ടുള്ളവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുന്നതാണ്. യോഗവിത്തുക്കളുടെ നേതാവായിട്ട് അവരെ നയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ യോഗവിദാൻ നേതാ എന്ന് നാമം. പിന്നെന്താണ്? പ്രധാന പുരുഷേശ്വര. അപ്പൊ സൃഷ്ടി നടക്കുന്നത് മായയിലാണ്. അങ്ങനെ മായയിൽ നടക്കുന്ന സൃഷ്ടിയില് ഓരോ ജീവാത്മാവിനെയും പ്രധാന പുരുഷേശ്വരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. അപ്പൊ ഈശ്വരനായിരിക്കുന്ന പരമാത്മാവ് അതാണ് ഭഗവാൻ. അതിനാൽ ജീവാത്മാവിൻ്റെ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ പ്രധാന പുരുഷേശ്വര എന്ന് നാമം. പിന്നെന്താണ്? നാരസിംഹവപു ശ്രീമാൻ. നാരസിംഹവപു എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തി. നരസിംഹമൂർത്തിയായിട്ട് വന്ന തൻ്റെ ഭക്തരെ രക്ഷിച്ചവൻ. അപ്പം അനന്യഭക്തിയോടുകൂടി നാം ഭഗവാനെ ഭജിച്ചാൽ എല്ലാ കാര്യവും ഭഗവാൻ നോക്കുമെന്ന് നേരത്തെ പറഞ്ഞു. തൻ്റെ ഭക്തരായിട്ടുള്ള പ്രഹ്ലാദന് ഒരു വൈഷമ്യം വന്നപ്പോൾ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പം അങ്ങനെയാണ് നമ്മൾക്കും അതുപോലെ തന്നെയാണ്. ഭഗവാൻ നമ്മൾ ഒരു ആപത്തിൽ ചാടാൻ ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മളെ കൈ പിടിച്ചുയർത്തും. ഭഗവാൻ നേരിട്ട് വന്നിറങ്ങുമല്ല, ആരിലേലും കൂടി ഭഗവാൻ ആ സമയത്ത് നമ്മളെ അവിടെ ആളുകളെ കൊണ്ടുവന്നെത്തിക്കും. അതാണ്. അപ്പം മുന്നിലും പുറകിലും എല്ലാം ഭഗവാന്റെ കാവൽ എപ്പോഴും നമുക്ക് കാണും. ഒരു യഥാർത്ഥ ഭക്തന്റെ കൂടെ ഭഗവാൻ അവരെ കുഴിയിലേക്ക് ചാടിക്കത്തില്ല. അതിനെ വാസ്തവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ പുരാണ ഇതിഹാസങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഭഗവാനെ അറിയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ നാരസിംഹവപു എന്ന് നാമം. പിന്നെ ശ്രീമാൻ. ശ്രീ എന്നാൽ ഐശ്വര്യം. അപ്പൊ ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെ തൻ്റെ മാറിടത്തിൽ സ്ഥാപിച്ചവൻ. അതുകൊണ്ട് ഭഗവാന് ശ്രീമാൻ എന്നു പേര്. ഈ പലാഴി മദനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് ഈ ലക്ഷ്മി ദേവി. വരുണമാല്യം കൊണ്ട് ഭഗവാനെ ചാർത്താൻ വേണ്ടി സ്വയം സമുദ്രത്തിൽ നിന്നും വന്നതാണ് ലക്ഷ്മി ദേവി. അങ്ങനെ വരിച്ചതിന് ശേഷം ദേവിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ഭഗവാൻ തൻ്റെ വക്ഷസ്സിലിരിക്കാൻ കൊടുത്തത്. അതുകൊണ്ടാണ് പറയുന്നത് ദേവിയെ പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ല. നാരായണനെ വിളിക്കുന്നിടത്ത് ദേവിയുണ്ട്. വെച്ചാൽ എപ്പോഴും ഭഗവാന്റെ പാദശുശ്രൂഷ ചെയ്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കഴിയുന്ന ദേവി ആണ് ലക്ഷ്മി ദേവി. അപ്പൊ ഭഗവാനെ വിളിക്കുന്നിടത്ത് ദേവി എപ്പോഴും അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ദേവിയെ പ്രത്യേകിച്ച് വിളിച്ചാലോ, ദേവി അന്നേരം വിളിക്കുന്ന സമയത്ത് നമുക്കൊന്ന് അല്പനേരത്തേക്ക് വന്നിട്ട് ഉടനെ തിരിച്ച് ഭഗവാന്റെ വക്ഷസ്സിൽ വാസസ്ഥാനം ഉറപ്പിക്കും. അതുകൊണ്ടാണ് ഭഗവാനെ വിളിക്കുമ്പോൾ ദേവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് പറയുന്നത്. അതുപോലെ നാരായണത്തിലും പറയുന്നുണ്ട്. ദശകം 2 ശ്ലോകം 5 പറയുന്നുണ്ട്, ലക്ഷ്മീ താവകരാമണീയ ഹൃദൈവേയം പരേഷസ്ഥിരേതി അസ്മിൻ അന്യത വിപ്രമാണമധുനാ വക്ഷാമി ലക്ഷ്മീപതേ എന്ന് പറയുന്നുണ്ട്. ദേവി ഭഗവാന്റെ ആ വക്ഷസ്സിൽ ഇങ്ങനെ സന്തോഷചിത്തയായിട്ട് ഇരിക്കുന്നു. എന്നാൽ അന്യരിൽ
ഉറച്ചു നിൽക്കുന്നില്ല ദേവി. ദേവിയെ വിളിക്കുന്ന ഭക്തരിൽ അന്നേരം ഒന്ന് വന്നിട്ട് തിരികെ ഭഗവാന്റെ അടുക്കൽ തന്നെ പോകുകയാണെന്ന് സ്പഷ്ടമായിട്ട് നാരായണീയത്തിൽ കൂടി തെളിവുകൾ നമുക്ക് അറിയാൻ വേണ്ടി തന്നിരിക്കുന്നു. ഇനി ഭഗവാന്റെ നാമം കേശവ പുരുഷോത്തമ. കേശവ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള എന്നർത്ഥം. പിന്നെ ശ്രീകൃഷ്ണാവതാരത്തിൽ കേശി എന്ന അസുരനെ കൊന്നതിനാൽ കേശവൻ എന്ന പേര് കിട്ടി. പിന്നെ ധാരാളം കേശങ്ങൾ ഉള്ളത് കൊണ്ട് കേശവ എന്ന് ഭഗവാന് നാമം കിട്ടി. വിഷ്ണു പുരാണത്തില് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ട്, കേശി എന്ന അസുരനെ കൊന്ന അർത്ഥത്തിൽ ഭഗവാന് കേശവൻ എന്ന നാമം വന്നു എന്ന്. ഇനി പുരുഷോത്തമ. ഇവിടെ പുരുഷോത്തമ എന്ന് പറയുമ്പോൾ രണ്ട് പുരുഷന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. അതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ രണ്ടുപേരെയും വെച്ച് അതിലപ്പുറത്താണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗീതയിലെ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പുരുഷോത്തമ യോഗത്തിൽ പറയുന്നുണ്ട്, 18-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ, യസ്മാക്ഷരം അതീതഹം. എന്തുകൊണ്ടാണോ ക്ഷരമായിട്ടുള്ള ആ നശിക്കുന്ന പുരുഷനായിട്ടുള്ളത്, അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ശരീരമെല്ലാം ക്ഷരപുരുഷന്മാരാണ്, നശിക്കുന്നതാണ്, അതും ഭഗവാൻ തന്നെയാണ് എന്നതിനാൽ അതിനെ പുരുഷൻ എന്ന് വിളിക്കുന്നു. ഇനിയും ക്ഷരപുരുഷനെ നിലനിർത്തുന്നത് അക്ഷരപുരുഷനായിട്ടാണ്. നമ്മുടെ ജീവാത്മാവ് സ്വരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു, അത് അക്ഷരപുരുഷൻ. അപ്പം അക്ഷര പുരുഷനിൽ നിന്നും ഉത്തമ പുരുഷനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ലോകത്തിലും വേദത്തിലും പ്രതിതഃ പുരുഷോത്തമഃ. അതുകൊണ്ടാണ് പുരുഷോത്തമൻ എന്ന നാമത്തിൽ ഭഗവാൻ പ്രസിദ്ധനാകുന്നത്. അപ്പൊ ക്ഷരപുരുഷനിൽ നിന്നും അക്ഷരപുരുഷനിൽ നിന്നും ഉയർന്ന തരത്തിലുള്ള ആ പരമാത്മാവ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പുരുഷോത്തമഃ എന്ന് ഭഗവാന് നാമം വന്നിരിക്കുന്നത്.